പ്രിയങ്ക ഗാന്ധിയും കെ.സി. വേണുഗോപാലും എന്തുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി വിഷയത്തിൽ മൗനം പാലിക്കുന്നുവെന്ന് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ. സാധാരണക്കാരുടെ പിന്തുണയ്ക്ക് വേണ്ടിയല്ല, മതതീവ്രവാദികളുടെ പിന്തുണയ്ക്ക് വേണ്ടിയാണ് ഇടതു വലതു മുന്നണികൾ നിലമ്പൂരിൽ ശ്രമിക്കുന്നതെന്നും അതിന് തെളിവാണ് ജമാഅത്തെ ഇസ്ലാമി, PDP എന്നീ ഭീകരവാദ ശക്തികളെ വെള്ളപൂശുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. നിലമ്പൂരിൽ NDAയുടെ ദേശരക്ഷാ സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോൺഗ്രസ്, ജമാഅത്തെ ഇസ്ലാമി, CPM, PDP രാജ്യദ്രോഹ സഖ്യത്തിനെതിരെ എന്ന മുദ്രാവാക്യമുയർത്തിയാണ് NDA നിലമ്പൂരിൽ ദേശരക്ഷാ സദസ്സ് സംഘടിപ്പിച്ചത്. മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. സാധാരണക്കാരുടെ പിന്തുണയ്ക്ക് വേണ്ടിയല്ല, മതതീവ്രവാദികളുടെ പിന്തുണയ്ക്ക് വേണ്ടിയാണ് ഇടതു വലതു മുന്നണികൾ നിലമ്പൂരിൽ ശ്രമിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ ജമാഅത്തെ ഇസ്ലാമി ഭീകര പ്രസ്ഥാനമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ദിരാഗാന്ധിയും നരസിംഹറാവുവും പ്രധാനമന്ത്രിയായ കാലത്താണ് 2 തവണ ജമാഅത്തെ ഇസ്ലാമിയെ നിരോധിച്ചത്. എന്നാൽ ഇപ്പോൾ വോട്ടിനു വേണ്ടി ജമാഅത്തെ ഇസ്ലാമിയെ കോൺഗ്രസ് കൂട്ടുപിടിക്കുമ്പോൾ പ്രിയങ്കയും കെ.സി. വേണുഗോപാലും എന്തുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി വിഷയത്തിൽ മൗനം പാലിക്കുന്നുവെന്നും അദ്ദേഹം ചോദിച്ചു. ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരും നരസിംഹറാവു നേതൃത്വത്തിലുള്ള സർക്കാരും, ആ 2 സർക്കാരും ജമാഅത്തെ ഇസ്ലാമിയെ നിരോധിച്ച സർക്കാരുകളാണ്. അപ്പൊ രമേശ് ചെന്നിത്തല തള്ളിപ്പറയുന്നത് കോൺഗ്രസിന്റെ ചരിത്രമാണോ? രമേശ് ചെന്നിത്തലയും VD സതീശനും തള്ളിപ്പറയുന്നത് ഇന്ദിരാഗാന്ധിയുടെയും നരസിംഹറാവുവിന്റെയും നേതൃത്വത്തിലുള്ള സർക്കാരുകൾ എടുത്ത സമീപനങ്ങളാണോ? അതോ കഴിഞ്ഞ കാലങ്ങളിലെ കോൺഗ്രസിന്റെ നിലപാടുകൾ മുഴുവൻ തെറ്റായിരുന്നു എന്നാണോ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത്? ഇതിനെക്കുറിച്ച് വിശദീകരിക്കാൻ പോലും തയ്യാറാകാതെ, ഇതിനെക്കുറിച്ച് ന്യായീകരിക്കാൻ പോലും തയ്യാറാകാതെ, ഇതിന്റെ കാരണം പറയാൻ പോലും തയ്യാറാകാതെ കോൺഗ്രസിന്റെ ദേശീയ നേതാവെന്ന് പറയുന്ന കോൺഗ്രസിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിമാര് 2 പേര് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ ഉണ്ടായിരുന്നു. ഒരാൾ മലയാളി, വേറൊരാള് ഈ നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന ആൾ. അവർ 2 പേരും എന്താ ഈ കാര്യത്തിൽ മൗനം പാലിക്കുന്നത്? ആഗോള ഇസ്ലാമിക രാഷ്ട്രം രൂപീകരിക്കണമെന്നതാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ലക്ഷ്യം. ഈജിപ്ത് ഉൾപ്പെടെ ഈ സംഘടനയ്ക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇടതുപക്ഷമാണെങ്കിൽ PDPയെ വെള്ളപൂശാനാണ് ശ്രമിക്കുന്നത്. CPM തെരുവുകുണ്ടകളുടെ ഭാഷയിലാണ് മുഖ്യമന്ത്രി ഇസ്രായേലിനെതിരെ സംസാരിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. നിലമ്പൂര് വന്ന് ഞങ്ങൾ ഇറാന്റെ കൂടിയാണ്, ഇസ്രായേലിനെതിരാണ്, ഇസ്രായേൽ തെമ്മാടികളാണ്, റൗഡികളാണ്. ഇതെന്താ തെരുവ് ഗുണ്ടകൾ തമ്മിലുള്ള ഏറ്റുമുട്ടലാണോ? അന്താരാഷ്ട്ര തലത്തിൽ നടക്കുന്ന യുദ്ധങ്ങൾ തെരുവ് ഗുണ്ടകളുടെ ഭാഷ. ശ്രീമാൻ പിണറായി വിജയനെ തലശ്ശേരിയിൽ വാടിക്കൽ രാമകൃഷ്ണന്റെ കൊലപാതക കേസിൽ പ്രതിയായ കാലം തൊട്ടുള്ള ചരിത്രം, ആ ചരിത്രത്തിൽ നിന്ന് അദ്ദേഹത്തിന് ഇപ്പോഴും മോചനം കിട്ടിയിട്ടില്ല. ഗാസയിലെ സംഘർഷം അവസാനിക്കണമെന്നതാണ് ഇന്ത്യൻ നിലപാട്. പാലസ്തീൻ വിഷയത്തിൽ ഇന്ത്യ പാലസ്തീനൊപ്പമാണ്. കോടിക്കണക്കിന് രൂപയും മരുന്നും പാലസ്തീന് ഇന്ത്യ ഓരോ വർഷവും നൽകുന്നുണ്ട്. എന്നാൽ പാലസ്തീൻ പ്രമേയത്തിൽ മറ്റു പലതും തിരികെ കയറ്റുമ്പോൾ ഇന്ത്യക്ക് മാറി നിൽക്കേണ്ടി വരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. BJP നേതാക്കളായ മേജർ രവി, G. കൃഷ്ണകുമാർ, MT രമേശ്, PK കൃഷ്ണദാസ്, കുമ്മനം രാജശേഖരൻ തുടങ്ങിയവർ പങ്കെടുത്ത പരിപാടിയിൽ ഭാരതാംബയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചനയും ദേശരക്ഷാ പ്രതിജ്ഞയും ചൊല്ലി. ജനം, നിലമ്പൂർ.